ഐസൻ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ GCC രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തിനുണ്ടായത്. ഇതിന് പിന്നാലെ ഇതാ ബഹ്റൈനും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞല്ലോ. ഹോർമുസിൽ സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക ഇടപെടൽ ആവശ്യപ്പെട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരു നീക്കമാണല്ലോ ബഹ്റൈൻ നടത്തുന്നത്, അല്ലേ? തീർച്ചയായും ബഹ്റൈൻ്റെ ഈ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഈ ഹോർമൂസിലെ തടസ്സങ്ങൾ, ഹോർമൂസിൽ ഇറാൻ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ തീർക്കാൻ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ പ്രതിസന്ധികൾ ഒഴിവാക്കുന്നതിന് ഇറാൻ്റെ അനുമതിയോടെ ഹോർമൂസിലൂടെ കപ്പലുകൾ കൊണ്ടുപോവുക എന്നൊരു നീക്കമാണ്. അതിന് ഭാരതവുമായി കൃത്യമായ ഇടപെടൽ, ഭാരതം അക്കാര്യത്തിന് ഇടപെടൽ നടത്തുകയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഇറാൻ പ്രസിഡന്റുമായി സംസാരിക്കുകയും അത്തരത്തിൽ ഭാരതത്തിലേക്ക് കൃത്യമായി കപ്പലുകൾ വരാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിൽ സൗഹൃദ രാജ്യങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ ഈ എണ്ണ കടത്തുന്നതിനും എണ്ണയും അതുപോലുള്ള കപ്പലുകളും കടന്നു പോകുന്നതിനുള്ള അനുമതി നൽകാമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരുന്നത്. ആ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനാണ് ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ UN-ൻ്റെ ഇടപെടലുണ്ടാകണം, UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇടപെടലുണ്ടാകണം എന്ന ആവശ്യത്തിൽ ഒരു പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഹോർമുസിലെ തടസ്സങ്ങളുടെ വിഷയത്തിൽ ബഹ്റൈൻ നേരത്തെയും സമാന രീതിയിലുള്ള ഒരു പ്രമേയമായി UN സെക്യൂരിറ്റി കൗൺസിലിനെ സമീപിച്ചിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിൽ അത് 2-നെതിരെ 13 വോട്ടുകൾക്ക് പാസ്സാക്കുകയും ചെയ്തു. 2-നെതിരെ എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ആ വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടുനിൽക്കുകയായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായി തുടങ്ങുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഈ അറബ് രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടൽ നടത്തണം, കൃത്യമായ ഇടപെടൽ നടത്തണം എന്നൊരാവശ്യമാണ് കൃത്യമായും ഇപ്പോൾ ബഹ്റൈൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ബഹ്റൈൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യം ഏറെ ഗൗരവമുള്ളൊരാവശ്യമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. അതായത് അറബ് രാഷ്ട്രങ്ങളുടെ മുഴുവൻ പിന്തുണ ഈ കാര്യത്തിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പ്രമേയത്തിനുള്ള നീക്കങ്ങൾ ബഹ്റൈൻ നടത്തുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണാനും UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇടപെടലിലൂടെ ഹോർമൂസ് കുറെ കൂടി ശക്തമായ രീതിയിൽ സുരക്ഷിതമാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്താനുമുള്ള പ്രമേയമാണ് ഈ ഡ്രാഫ്റ്റ് പ്രപ്പോസലായി വന്നിരിക്കുന്നത്. ഇതിനുമേൽ ചർച്ചകളുണ്ടാകും, അടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഇതൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസലാണ് എങ്കിൽ കൂടി ആ ഒരു വികാരം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ രാജ്യങ്ങളുടെ ഒരു നിലപാട് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയായി UN സെക്യൂരിറ്റി കൗൺസിലിലെ ഈ പ്രമേയത്തെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.